ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ നിരീക്ഷിക്കുന്നതിനായി US നേവിയുടെ എലൈറ്റ് യൂണിറ്റായ സീൽസ് അതിസാഹസികമായ ദൗത്യം ആരംഭിച്ചിരുന്നതായും എന്നാൽ ദൗത്യം പരാജയപ്പെടുകയും US കമാൻഡോകളുടെ ആക്രമണത്തിൽ ഉത്തര കൊറിയയിലെ സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട്. കിം ജോങ് ഉന്നിന്റെ രഹസ്യങ്ങൾ ചോർത്താനായി ഉപകരണങ്ങൾ സ്ഥാപിക്കാനാണ് നേവി സീലുകളെ ഉത്തര കൊറിയയിലേക്ക് അയക്കാൻ പദ്ധതിയിട്ടത്. ദൗത്യത്തിന് ആദ്യവട്ടം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഡൊണാൾഡ് ട്രംപ് പച്ചക്കൊടി കാട്ടിയിരുന്നതായും എന്നാൽ പദ്ധതി പാളിപ്പോയെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇതിനായി നിയോഗിച്ച സൈനികർ നിരവധി മത്സ്യത്തൊഴിലാളികളെ കൊന്നതിനു ശേഷം രക്ഷപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത്. 2019 ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിനായി ട്രംപ് കിമ്മുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കെയാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്ത. ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടെ വിയറ്റ്നാമിൽ കിമ്മുമായി 2 കൂടിക്കാഴ്ചകൾക്കായി ട്രംപ് ഒരുങ്ങിയിരുന്നു. അതിനിടയിലാണ് സൈനികരെ രഹസ്യമായി അവിടെ എത്തിക്കാനുള്ള പദ്ധതി US സൈനിക ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ചത്. 2011 പാകിസ്ഥാനിൽ ഒസാമ ബിൻ ലാദനെ വധിച്ച അതേ യൂണിറ്റായ സീൽ ടീം 6 ഈ ദൗത്യം നൽകിയത്. അന്തർവാഹിനികളിൽ ഉത്തര കൊറിയൻ തീരത്തേക്ക് നുഴഞ്ഞു കയറി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും അവ കണ്ടെത്താതെ പോകുന്നതിനുമായി മാസങ്ങളോളം റിഹേഴ്സലുകൾ നടത്തിയിട്ടും പ്രവർത്തനം പെട്ടെന്ന് വഴിതെറ്റിയതായി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സീലുകൾ കടൽ തീരത്ത് കുറച്ചു നേരം മാത്രമേ ചെലവഴിച്ചുള്ളൂ. ചെറിയ മുങ്ങിക്കപ്പലുകളിലാണ് ഉത്തര കൊറിയയെ ലക്ഷ്യമാക്കി കമാൻഡോകൾ നീങ്ങിയത്. മണിക്കൂറുകളോളം അതിശൈത്യമുള്ള വെള്ളത്തിൽ കഴിഞ്ഞ ശേഷം കമാൻഡോകൾ തീരത്തേക്ക് നീന്തി. പ്രദേശം വിജനമാണെന്ന് സീൽസ് കരുതിയെങ്കിലും അവിടെ മറ്റൊരു ചെറിയ ബോട്ട് കണ്ടെത്തുകയായിരുന്നു. ചെറിയ ബോട്ട് മുങ്ങിക്കപ്പലുകൾക്ക് സമീപത്തെത്തി. ബോട്ടിലുണ്ടായിരുന്നവരുടെ കയ്യിൽ ഫ്ലാഷ് ലൈറ്റും ഉണ്ടായിരുന്നു. ബോട്ടിൽ നിന്ന് ഒരാൾ വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന 3 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് മരിച്ചത് മത്സ്യത്തൊഴിലാളികളാണെന്ന കാര്യം അമേരിക്കൻ സൈനികർ മനസ്സിലാക്കുന്നത്. മുൻകൂട്ടി പ്രതീക്ഷിക്കാത്ത ഈ തിരിച്ചടി മറച്ചുവെക്കാൻ അമേരിക്കൻ സൈനികർ പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു. വർഷങ്ങളായി അമേരിക്ക ഇക്കാര്യം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ വൈറ്റ് ഹൗസ് വിസമ്മതിച്ചു. ട്രംപ് ഭരണകൂടം കോൺഗ്രസിന്റെ ഇന്റലിജൻസ് മേൽനോട്ട സമിതികളെയും ഈ ഓപ്പറേഷനെ കുറിച്ചോ അതിന്റെ പരാജയത്തെക്കുറിച്ചോ അറിയിക്കുന്നതിൽ പരാജയപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഇത് ഫെഡറൽ നിയമത്തിന്റെ ലംഘനമായിരിക്കാമെന്ന് വിദഗ്ധർ പറഞ്ഞു. സീൽ സംഘത്തെ ഉത്തര കൊറിയയിലേക്ക് അയക്കുന്നതിൽ ഗുരുതരമായ അപകട സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഈ നടപടിക്ക് തയ്യാറായതിന് കാരണം കിം ജോങ് ഉൻ അമേരിക്കയിലെത്താൻ ശേഷിയുള്ള ഒരു ആണവ ആയുധ ശേഖരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു.